guys, welcome back to GetReadyGo. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ആപ്പിൾ വാച്ച് സീരീസ് SE. ഇതിൻ്റെ കളർ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് വന്നിട്ട് സ്പേസ് ഗ്രേ ആണ്. ഇതിൻ്റെ ഡയൽ സൈസ് 40mm ആണ്. അതിൻ്റെ സ്ട്രാപ്പിൻ്റെ കളർ വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് നമ്മുടെ സിംഗപ്പൂർ ഡോളർ 419 ആണ്. നമ്മുടെ INR വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 20,500 റുപ്പീസാണ്. പിന്നെ നമ്മൾ അധികം ഞാൻ സംസാരിച്ച് നിങ്ങൾ സമയം കളയുന്നില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഡു ദ അൺബോക്സിങ്. ഇതാണ് iWatchൻ്റെ പാക്കേജിങ്. ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. സോ ബേസിക്കലി ഇതൊരു വൈഫൈ മോഡലാണ്. സെല്ലുലാർ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വീണ്ടും കൂടിയേനെ. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ iWatchൻ്റെ കുറേ പിക്ചേഴ്സൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. സോ മാനുവൽ വായിച്ച് ഞാൻ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജിങ് കേബിൾ കിട്ടിയിട്ടുണ്ട്. സോ ഇത് കേബിൾ മാത്രമേ ഉള്ളൂ. ചാർജിങ് ബ്രിക്ക് USB Type A ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അതിനുശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ സ്ട്രാപ്പ് ബ്ലാക്ക് കളറിലാണ്. സോ ഞാനിത് ബ്ലാക്ക് കളർ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ നമുക്ക് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഓഫീസ് യൂസിനൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായി പൊക്കോളും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഡയൽ സൈസ് വന്നിട്ട് 40mm ആണ്. സോ എൻ്റെ റിസ്റ്റിൻ്റെ സൈസിന് ബെറ്റർ എനിക്ക് തോന്നിയത് 40mm. ഒരുപാട് ഓവർ സൈസ് ആയി കഴിഞ്ഞാൽ എനിക്ക് സൂട്ടാവാതെ വരും. പിന്നെ ഇതിന് ലെങ്ത്ത് കുറഞ്ഞതും ഉണ്ട്, സ്ട്രാപ്പിന് നീളം കൂടുതലും കുറവുമായിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ചിലവരുടെ റിസ്റ്റിനൊക്കെ വണ്ണം കൂടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് നമ്മുടെ iWatchൻ്റെ ഡയല്. സ്ക്രീനെല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നല്ല പാക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ജസ്റ്റ് റിസ്റ്റിലോട്ടൊന്ന് വെച്ച് നോക്കുകയാണ്. കറക്റ്റ് എനിക്ക് റിസ്റ്റ് സൈസ് ആണോ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണാൻ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് ഈ 40mm ചൂസ് ചെയ്യാൻ കാരണം തന്നെ. സോ നമ്മളിപ്പോൾ നമ്മൾ സ്ട്രാപ്പ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. സോ സ്ട്രാപ്പ് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ചെറിയ സ്ട്രാപ്പ്, നീളം കുറഞ്ഞ സ്ട്രാപ്പാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ റിസ്റ്റിന് അതിന് മാത്രമുള്ള വലുപ്പമൊന്നുമില്ല. സോ ഇങ്ങനെയാണ് വാച്ച് നമ്മൾ ടൈ ചെയ്യുന്നത്. സോ ഇതൊരു പെർഫെക്റ്റ് ഒരു ജെറ്റ് ബ്ലാക്ക് കളർ സ്ട്രാപ്പ് അല്ല കേട്ടോ. ഒരു ലൈറ്റ് ഒരു ഗ്രേ ടിൻറ്റ് വരുന്ന ഒരു രീതിയിലുള്ളൊരു സ്ട്രാപ്പ് കളറാണ്. സോ ബാക്കിൽ തന്നെ ഒരു ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ നോർമലി റിമൂവ് ചെയ്യുന്ന രീതിയിലല്ല ഇത് റിമൂവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സ്ട്രാപ്പ് ഇടാൻ അങ്ങനെയൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈസിയാണ്. സോ അതിനുശേഷം ഞാനൊന്ന് വിയർ ചെയ്ത് കാണിക്കുകയാണ്. ബേസിക്കലി ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 36.4 ഗ്രാമും. ഇതിൻ്റെ ഗ്ലാസ് ഫ്രണ്ട് വന്നിട്ട് സിറാമിക് അല്ലെങ്കിൽ സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. ഫ്രെയിം വന്നിട്ട് അലുമിനിയം ഫ്രെയിമാണ്. റെസൊല്യൂഷൻ ഓവറോൾ 448 × 368 പിക്സൽസ് ആണ്. ഇതൊരു 3D ടച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അതൊന്ന് ഓൺ ആക്കി നോക്കാം. സോ സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ. അതിനുശേഷം നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആപ്പിളിൻ്റെ ആ ലോഗോയാണ്. അതിനുശേഷം നമ്മുടെ ഐഫോൺ എടുത്തതിന് ശേഷം ഐഫോണിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ iWatchൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. അതിനുശേഷം ജസ്റ്റ് അവരുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തതിന് ശേഷം ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് പെയർ ചെയ്തെടുക്കുക. ഇത് വളരെ ഈസിയാണ് ഇത് പെയർ ചെയ്യാനായിട്ട്. ബേസിക്കലി നമ്മുടെ iWatchൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി വന്നിട്ട് 50mm ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയുക, ഒരു ഷവർ ചെയ്യുന്ന സമയത്ത് സ്പ്ലാഷസ് വാട്ടർ തെറിച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും
വരില്ല. വാട്ടർ പ്രൂഫ് അല്ല, അതുകൊണ്ട് തന്നെ സ്വിമ്മിങ്ങിന് ഇത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. എടുത്തു പറയാനാണെങ്കിൽ ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ബാരോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനും SMS ഇമെയിൽ ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് GPS എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ബാറ്ററി വന്നിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 18 hours സ്റ്റാൻഡ് ബൈ ആയിട്ട് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 32 GB 1 GB റാമും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ടാറ്റ, ഗുഡ് ബൈ, ലവ് യു, ടേക്ക് കെയർ, ബൈ, സീ യു സൂൺ.